നിൻ്റെ പേര് അമന്യ. നിൻ്റെ അനന്യ. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 8th. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 എലിമെൻറ്റ്സ് ഉണ്ട് നമ്മളെ ശരീരത്തിലും ഈ പ്രപഞ്ചത്തിലും. അപ്പോൾ അതേതൊക്കെയാണ് ഈ 5 എലിമെൻറ്റ്സ്? നോ. വാട്ട് ഈസ് ദിസ്? നമ്മളിപ്പോൾ ഗുഡ്, അച്ഛനോട് പറയൂ ഗുഡ്, വളരെ നന്നായിട്ടുണ്ട്, പിന്നെ അപ്രിഷ്യേറ്റ് ചെയ്യുമ്പോഴൊക്കെ പറയുന്നതല്ലേ വെൽ ഡൺ എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊരു ശക്തിയുള്ള ഒരു സംഭവമല്ലേ. അപ്പോൾ ഇതെന്താണ്? നമ്മൾ വിളക്കൊക്കെ കത്തിക്കുന്നില്ലേ? ഏത് സംഭവത്തിലും വിളക്കല്ല ആദ്യം കത്തിക്കുക. അപ്പോൾ അതെന്താ വിളക്ക് കത്തുന്നത്? ഫയർ. ദിസ് ഈസ് ഫയർ. ഓക്കെ. ദെൻ ദിസ് ഇപ്പം അച്ഛനോട് ചൂണ്ടൂലേ, അച്ഛാ അങ്ങോട്ട് നോക്കി പോകണം, ഇപ്പം കണ്ട നോക്കി പോകണം, ശ്രദ്ധിക്കൂ എന്നൊക്കെ പറയും. അത് വേറെ വിരൽ ചൂണ്ടിയിട്ട് പറയില്ലല്ലോ, ഈ വിരൽ ചൂണ്ടിയിട്ടല്ലേ പറയുക. അപ്പോൾ ഇതിനെന്തോ പ്രത്യേകത ഇല്ലേ? അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ, ധ്യാനം ചെയ്യുമ്പോൾ അയ്യപ്പൻ ഇരിക്കുന്നത്, ക്രിസ്തു ഈ കാണിക്കുന്നതൊക്കെ ഈ മുദ്രകളിലാണ്. അപ്പോൾ ഇതെന്താ പ്രത്യേകത? നോ, ദിസ് ഈസ് എയർ. യാ, എയറിൽ ചെയ്യുമ്പോൾ എന്തെങ്കിലും പറ്റുമോ? ഇപ്പോൾ പപ്പ വിട്ടത്, ഞാൻ വിട്ടതൊക്കെ അല്ലേ മോള് കൊടുക്കുന്നത്. ഇതൊക്കെ ഒക്കെ ശുദ്ധീകരിക്കുന്നത് വൃക്ഷങ്ങൾ കാർബൺ ഡയോക്സൈഡ് ആക്കിയിട്ട് ഓക്സിജൻ ആക്കി നമുക്ക് തരും. എയറില്ലെങ്കിൽ പറ്റുമോ? അതല്ലേ നമ്മൾ അനുമാനം പൂജിക്കുന്നത്. ഓക്കെ. ദെൻ ദിസ് സച്ചിനൊക്കെ ഇപ്പോൾ 100 ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നില്ലേ, സ്പേസിലേക്ക് നോക്കിയിട്ട് താങ്ക് യു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതെന്താ? നോ, ദിസ് ഈസ് സ്പേസ്. ഒരു സ്പേസ് ഉള്ളതിനെ കൊണ്ടല്ലേ നമുക്ക് നിൽക്കാൻ കഴിയുന്നത്. ഓക്കെ. ദെൻ ദിസ് ഇതെന്താ? നമ്മൾ പോകുന്നത് വണ്ടി ഇപ്പം എന്തിലൂടെയാ പോകുന്നത്? നോ, എർത്ത്. നമ്മൾ ഭൂമിനെ തൊട്ട് നിറവിലേക്കില്ലേ നമ്മൾ ആചാര്യന്മാരും ഗുരുക്കന്മാരൊക്കെ. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലേ. ഇപ്പോൾ മാതാമൃതാനന്ദമയി ദേവിയൊക്കെ ഭൂമിനെ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ലേ. അപ്പോൾ എർത്ത് ഇമ്പോർട്ടൻ്റ് അല്ലേ. പിന്നെ ഇത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഫൈൻ തരേണ്ടി വരും. ദിസ് ഈസ് വെരി ഇതില്ലെങ്കിൽ നിങ്ങളെ കാര്യം തീർന്ന്. നിങ്ങളതല്ല എല്ലാവരും ഇതെല്ലാം വേണം. ഇത് പക്ഷേ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അഗ്നി, വായു, ആകാശം, ഭൂമി, വെള്ളം. കണ്ടോ, പപ്പയ്ക്ക് അറിയാം. പപ്പയ്ക്കാണ് മാർക്ക് കൊടുക്കണ്ട. അപ്പോൾ വെള്ളം കുടിച്ചില്ലേ തീർന്നില്ലേ. നമ്മളെ ബോഡിയിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താ? അപ്പോൾ ജലത്തിനും. അപ്പോൾ ഈ ഒരു 5 ഫാക്ടേഴ്സും, അതായത് 5 എലിമെൻറ്റ്സിനും നമ്മൾ രണ്ടാളും ഇനി എന്നും നന്ദി പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. വെള്ളം എടുക്കുമ്പോൾ, വായു ശ്വസിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നതിന് നന്ദി. അപ്പോൾ ഈ 5 എണ്ണമാണ് നമ്മുടെ ഓം നമഃ ശിവായ. അഗ്നി, വായു, ആകാശം, ഭൂമി, ജലം. ഓക്കെ, ഗുഡ്. താങ്ക് യു. ബൈ.